എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആര്യാരുണാണ്. നീരു എന്ന ഇതുസ്മാമെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, നമുക്ക് ഇന്ന് നല്ല ചെറിയ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലായോ? നമുക്കൊരു മീൻപീര ഉണ്ടാക്കാം കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് മീൻപീര കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പം ഞാൻ ഏട്ടൻ ഇന്നലെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നല്ല ചെറിയ മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ വറുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചു. രാവിലെ നമുക്കൊരു മീൻപീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻപീര ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് മീൻ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാനിപ്പോൾ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവോള ഇതുപോലെ കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഈ കട്ടിംഗ് ബോർഡിൽ സവോള അരിയുന്നത് എനിക്ക് ഭയങ്കര പ്രയാസമാണ് കേട്ടോ. എനിക്ക് ഫിംഗർ ക്യാപ്പ് വേണം. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ ഫിംഗർ ക്യാപ്പ് ഫുള്ള് കീറി പോയിട്ടോ. ഇനിയിപ്പോൾ ഒരെണ്ണം വാങ്ങിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ കട്ടിംഗ് ബോർഡ് എടുത്തതാണ്. അതാണ് ഈ ഒരു താമസം. അപ്പോൾ നമുക്ക് സവോള ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യം പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എരിവിന് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം പച്ചമുളക് എടുക്കുക. ഇതിലേക്ക് നമ്മുടെ കാന്താരിമുളകൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ വേറൊന്നും വേണ്ട. പക്ഷേ എനിക്കിപ്പം കാന്താരിമുളകൊന്നും എടുക്കാനില്ലാത്തത് കൊണ്ട് നമുക്ക് പച്ചമുളക് പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്. അത് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഇടുകയല്ല, ഞാനതൊന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് ചതച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാകം ചെയ്യാനായിട്ട് ഏത് ചട്ടിയിലാണോ വയ്ക്കുന്നത് ആ ചട്ടി എടുക്കുക. ആ ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള, പച്ചമുളക്, ഇഞ്ചി ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതിൽ വെളുത്തുള്ളി അരിയുന്നത് കാണിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു സമയത്ത് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഇടയ്ക്ക് വെച്ചിട്ട് വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. പക്ഷേ ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവോളയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻപീരയ്ക്ക് അത്യാവശ്യം തേങ്ങയാണല്ലോ. ഇനി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മുളക് പൊടി അത്യാവശ്യമൊന്നുമല്ല, ഓപ്ഷനിലാണ്. എൻ്റെ പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് പൊടി ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം കേട്ടോ. അത് കൈകൊണ്ട് തന്നെ ഞെരടിയെടുക്കുക, എങ്കിലാണ് അതെല്ലാം ഒന്ന് നന്നായിട്ട് അതിൻ്റെ പാകത്തിനൊന്ന് മിക്സായി വരുന്നത്. അപ്പോൾ ഈ അരപ്പ് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. കാരണം ഇനി നമ്മൾ ഇതിലേക്ക് മീൻ ചേർക്കും. മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് അന്നേരം നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്തിരി ഉപ്പ് മുന്നോട്ട് നിന്നോട്ടെ. അത് കഴിയുമ്പോൾ കഷ്ണമൊക്കെ ചേർത്ത് വെന്ത് വരുന്ന സമയത്ത് ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ മീൻ ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കാണുന്ന വെള്ളം എൻ്റെ കയ്യിലെ അരപ്പിൻ്റെ വെള്ളമാണ് കേട്ടോ. എന്നിട്ട് മീൻ കഷ്ണങ്ങൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മീൻ ചേർത്തതിന് ശേഷം ഒരുപാട് അമക്കി ചെയ്യാൻ പാടില്ല കേട്ടോ. മീൻ അത് ഉടഞ്ഞു പോവും. അപ്പോൾ മീൻ അധികം ഉടഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കുടംപുളിയും പാകത്തിനൊരല്പം വെള്ളവും കൂടിയാണ്. മീൻകറിക്ക് വെക്കുന്നത് പോലെ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരല്പം തേങ്ങാപ്പീര കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ ലേശം തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ കഷ്ണം കുടംപുളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. പുളി കുറവാണെങ്കിലും പ്രശ്നമില്ല, കൂടിപ്പോയാലാണ് നമുക്ക് പാട്. വീണ്ടും ചേർത്ത് കൊടുക്കാം. കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ 2 കഷ്ണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ മീൻകറിക്കൊക്കെ പോലെ ഒരുപാട് ചാറ് വേണ്ട മീൻപീരയ്ക്ക്. പീര വേറെ വെള്ളം വേറെ ആയിട്ട് അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വരാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പം നമുക്ക് സ്റ്റൗവിൽ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊന്ന് മൂടിയൊക്കെ മാറ്റി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം, കാരണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിയിൽ പിടിക്കാതെയൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം ഇത് വെക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം വറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. നമുക്ക് മീൻകറിക്കൊക്കെ പോലെ ഒരുപാട് ചാറ് വേണ്ട, ഒരല്പം ചാറിരുന്നാലും കുഴപ്പമില്ല, ഒരു വെള്ളം പോലെ. പക്ഷേ ഒരുപാട് ചാറൊന്നും ഇതിൽ വേണ്ട കേട്ടോ.
അപ്പോൾ ഏകദേശം എൻ്റെ കറി ഒന്ന് പാകമായിട്ടുണ്ട്. ഞാനൊരു 5-10 മിനിറ്റോളം ഇങ്ങനെ തുറന്ന് വെച്ച് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ പീരയുടെ പാകം. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ആ തേങ്ങാപ്പീര, അതിൻ്റെയൊക്കെ ആ ഒരു ഗ്രേവിയുടെ ഒരു കൊതിപ്പിക്കുന്ന മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ അല്പം ചോറുണ്ടാലോ എന്ന് തോന്നിപ്പോയി. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് പ്രിയപ്പെട്ട ഒരു കറിയാണ് കേട്ടോ. കൊഴുവ, ചെറിയ മത്തിയൊക്കെയാണ് കൂടുതലും ഇങ്ങനെ വെക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ പീര. ഇങ്ങനെ മീൻ പീര വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് പതിവ് പോലെ തന്നെ നല്ല ചൂട് വെള്ളച്ചോറുണ്ട് കേട്ടോ. നമുക്കിവിടെ കൂടുതലും വെള്ളച്ചോറാണ് വെക്കാറ്. കുത്തിരിച്ചോറും വെക്കാറുണ്ടെങ്കിലും ഒന്നും കൂടി എനിക്ക് വിശപ്പ് മാറണമെങ്കിൽ ഈ അരി തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ നല്ല ചൂട് ചോറെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഉള്ളിയും നമ്മുടെ വറ്റൽമുളകും ഒക്കെ ചതച്ച് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുള്ള നല്ല അടിപൊളി ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ട്. രാവിലെ ഏട്ടൻ്റെ ലഞ്ച് ബോക്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഐറ്റംസൊക്കെ. ആ കൂട്ടത്തിൽ മീൻപീര മാത്രമേ ഇല്ലാതെ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മീൻപീരയും കൂടി ഞാനൊരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അങ്ങ് ചോറ് കഴിക്കാൻ തോന്നുമായിരുന്നു. ഞാൻ അതിൽ നിന്ന് ശക്കലും തുള്ളി അന്നേരം തന്നെ വായിൽ വെച്ച് നോക്കി കേട്ടോ. അത്ര ടേസ്റ്റാണ്, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഒഴിച്ചുകറിയായിട്ട് ഞാനിന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങും മത്തങ്ങയും കൂടി ഉള്ളൊരു ചാറുകറിയായിരുന്നു കേട്ടോ. എൻ്റെ നൈത്തൂട്ടിന് തേങ്ങ അരച്ച എല്ലാ കറികളും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയുള്ളപ്പോൾ അവൻ വയറ് നിറയെ ചോറുണ്ണും. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ മത്തങ്ങ കറി വെച്ചിരിക്കുന്നത് കേട്ടോ. കൂട്ടത്തിൽ നല്ല അടിപൊളി ഒരു മത്തി വറുത്തതും കൂടെ വെച്ചപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുവാണ്. അടിപൊളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഞ്ച് വിശേഷം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ, സീ യു.